പോകുന്നത്. ഇതൊരു ഹൈദരാബാദി സ്പെഷ്യൽ സ്വീറ്റ് ആണ്, ഡബിൾ കാ മീറ്റ. ബ്രെഡ് ആണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇപ്പൊ ഞാൻ ഒരു 10 സ്ലൈസ് ബ്രെഡ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിനെ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ സൈഡ് പാർട്ട്, അതായത് ബ്രൗൺ കളറുള്ള ആ പാർട്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ച 10 സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാൻ ചൂടാകാൻ വെക്കണം. എന്നിട്ട് നമുക്ക് ആ ബ്രെഡിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് ഗീ മാത്രം യൂസ് ചെയ്യാം, നെയ്യ് മാത്രം യൂസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യും. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ പകുതി ഗീയും പകുതി ഓയിലാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. രണ്ടും ഹാഫ് ഹാഫ് ആയിട്ടാണ് എടുക്കുന്നത്. ഈ ചൂടായ പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് കട്ട് ചെയ്ത് വെച്ച് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും കുറച്ച് പഴകിയ ബ്രെഡ്, അതായത് കുറച്ചുകൂടെ ഡ്രൈ ആയി ഹാർഡ് ആയിട്ടുള്ള ബ്രെഡാണ് ഇതിന് ബെസ്റ്റ്. അല്ലെങ്കിൽ നമ്മുടെ ഓയിൽ പെട്ടെന്ന് അത് വലിച്ചെടുക്കും ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അപ്പം ഒന്നുകിൽ ഫ്രഷ് ആണെങ്കിൽ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ടോ ഫാനിന്റെ താഴെ വെച്ചിട്ടോ മറ്റോ അതിനെ ഡ്രൈ ആക്കി എടുക്കാം. ഇതിപ്പം ഇന്ന് എക്സ്പയർഡ് ആവുന്ന ബ്രെഡാണ്. ഇന്നാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ഇതാണ് ബെസ്റ്റ്. ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രെഡ് കരിഞ്ഞു പോകും എണ്ണ നല്ല ചൂടാവുകയാണെങ്കിൽ. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പകുതി ബ്രെഡ് ഇതിലോട്ട് ചേർത്ത് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇടയ്ക്ക് ബ്രെഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കുറച്ച് നല്ല ഡാർക്ക് ബ്രൗൺ ആവുന്നവരെ തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് നല്ല കളർ ചേഞ്ച് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിടാം. ഇപ്പോൾ പകുതി ബ്രെഡ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ഇനി ഇതിനെ മാറ്റി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുള്ളൂ അതൊക്കെ ചേർക്കാം. ഞാനിവിടെ കാഷ്യൂ ഉണ്ട്, പിസ്ത ഉണ്ട്, ബദാം ഉണ്ട്, എല്ലാം ഉണ്ട്. കിസ്മിസ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് ഞാൻ ചേർക്കുന്നത്. അത് ഈ പാലിന്റെ കൂടെ തന്നെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. നമ്മൾ പാല് തിളപ്പിച്ച് വെച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് ബ്രെഡ് ഫ്രൈ ചെയ്തെടുത്തു, പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് പാല് തിളപ്പിച്ചെടുത്തു, ഇനി തേർഡ് സ്റ്റെപ്പ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളത്തിനുള്ള ഷുഗർ സിറപ്പാണ് ഇവിടെ റെഡിയാക്കുന്നത്. വെള്ളം തിളക്കുമ്പോൾ നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഓൾമോസ്റ്റ് റെഡിയായി. വെള്ളം നന്നായിട്ട് തിളച്ച് ആ ഷുഗറൊക്കെ മെൽട്ടായി ആ ഒരു സ്റ്റിക്കി സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ്, തിളപ്പിച്ച് വെച്ച പാല്, പിന്നെ ഷുഗർ സിറപ്പ് എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം.
അപ്പൊ നമുക്ക് ഡബിൾ കാ മീറ്റൊക്കെ വേണ്ടുന്ന സാധനങ്ങളെല്ലാം റെഡിയായി. ബ്രെഡ് ഫ്രൈ ചെയ്ത് വെച്ചു, പാല് തിളപ്പിച്ച് വെച്ചു, ഷുഗർ സിറപ്പ് റെഡി. ഇനി ഫൈനൽ സ്റ്റേജ്, ഫൈനൽ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.